അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ ഉള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ വളർന്ന നസറത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് വന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ ഒക്കെയും വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പള്ളിയിലുള്ള എല്ലാ ആളുകളും യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. അപ്പോൾ യെശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പ്രവചിച്ച ഒരു പ്രവചനത്തെ യേശു ക്രിസ്തുവിലൂടെ ആ പ്രവചനത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കേണ്ടതിന് എന്ന് നാം വായിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ പ്രസാദവർഷം? ആരോടാണ് യേശു ഈ പ്രസാദവർഷത്തെ അറിയിക്കുന്നത്? ഒന്നാമതായി ദരിദ്രന്മാരോടാണ് യേശു പ്രസാദവർഷത്തെ അറിയിക്കുന്നത്. എങ്ങനെയാണ് ഇവർ ദരിദ്രന്മാരായി തീർന്നത്, അടിമകളായി തീർന്നത്? അടിമകളോടാണ് സംസാരിക്കുന്നത്. കാരണം ബദ്ധന്മാരെ വിടുവിക്കുന്നു, പീഡിതന്മാരെ ആശ്വസിപ്പിക്കുന്നു, ദരിദ്രന്മാരെ അറിയിക്കുന്നു. എന്താണ് യേശു ക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള ഈ സദ്വർത്തമാനം? അതൊരു വർഷത്തെക്കുറിച്ചുള്ള സദ്വർത്തമാനമാണ്. ഇവരുടെ അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ അവർ കടക്കാരായി മാറുകയാണ്. തങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞവരായി, ശത്രുവിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരായി, ശത്രുപാളയത്തിൽ തടവുകാരാക്കപ്പെട്ടവരായി. നോക്കുക, തടവുകാർ, കടക്കാർ, ഞെരുക്കം അനുഭവിക്കുന്നവർ, പീഡ അനുഭവിക്കുന്നവർ എന്നിങ്ങനെയുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു വർഷത്തെക്കുറിച്ച് യേശു പറയുകയാണ്. പഴയ നിയമം നിഴലായിരുന്നു എന്ന് നമുക്കറിയാം. ന്യായപ്രമാണം കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിരുന്നു എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. കൊലാസ്യ ലേഖനം 2 പഠിക്കുമ്പോൾ അവർ പറയുന്നു, പെരുന്നാൾ, വാവ്, ശബത്ത് ഇതൊക്കെ വരുവാനിരുന്ന നന്മകളുടെ നിഴലായിരുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളൊരു വർഷം, ആ വർഷത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിന്നെ 7 ശബത്താണ്ടായി 7 സംവത്സരം എണ്ണണം, അങ്ങനെ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. ഒരു ജൂബിലി അഥവാ യോബേൽ സംവത്സരത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേലിനോട് ദൈവം കൽപ്പിക്കുന്നു, ഓരോ 50-ാം വർഷവും നിങ്ങൾക്ക് ജൂബിലി സംവത്സരമായിരിക്കണം. ആ ജൂബിലി സംവത്സരത്തെ എങ്ങനെ ആചരിക്കണമെന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അന്നൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. എന്തിൽ നിന്നെല്ലാമുള്ള സ്വാതന്ത്ര്യമാണ്? മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ദൈവം അവിടെ പറയുകയാണ്. എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം ക്യാൻസലായി പോകുന്നു, അതെല്ലാം ഇളച്ചു കൊടുക്കണം. ഏതെങ്കിലും പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയ വസ്തു തിരിച്ചു കൊടുക്കണം. വസ്തു പണയം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പണയം തിരിച്ചു കൊടുക്കണം. ആരെങ്കിലും അടിമകളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അടിമകൾക്ക് സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം ദേശത്തേക്ക് പോകാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തരും താൻ്റെ ഭവനത്തിലേക്ക്, താൻ്റെ അവകാശത്തിലേക്ക് പോകണം. ഒരിക്കലും വിടുവിക്കപ്പെടുകയില്ല എന്നും ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്നും കരുതി വിറ്റുപോയ വസ്തുവാണെങ്കിൽ പോലും ജൂബിലി സംവത്സരം വന്നാൽ അതിനെ തിരിച്ചെടുക്കുവാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ 49 വർഷം മുമ്പ് വിറ്റുപോയതായിരിക്കും, 40 വർഷം മുമ്പ് നഷ്ടപ്പെട്ടതായിരിക്കും. അതിനെല്ലാം വീണ്ടെടുക്കുവാൻ കഴിയും. ജൂബിലി സംവത്സരം നിങ്ങൾ ലേവ്യ പുസ്തകം 25-ാം അധ്യായം വിശദമായി പഠിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് നിഷ്കർഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവം എങ്ങനെയെല്ലാമാണ് അതിനെ, ആ വർഷത്തെ കാണുന്നത്. അതാണ് പ്രസാദവർഷം. ആ പ്രസാദവർഷം വന്നു കഴിഞ്ഞാൽ, പ്രസാദവർഷം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സകലതും തിരിച്ചു കിട്ടും. സകലതും, എല്ലാ നന്മകളും തിരിച്ചു കിട്ടുന്ന ഒരു വർഷമാണ്. അപ്പോൾ യേശു വരുന്നത് സാക്ഷാൽ ജൂബിലി ആയിട്ടാണ്. യേശുവാണ് നമ്മുടെ ജൂബിലി. അപ്പോൾ നസറേത്തിലെ പള്ളിയിൽ യേശു സാക്ഷാൽ ജൂബിലിയുടെ കാഹളമാണ് ഊതുന്നത്. പീഡിതന്മാർക്ക് വിടുതൽ നൽകുന്ന, ബന്ധിതന്മാർക്ക് മോചനം നൽകുന്ന, കടക്കാർക്ക് സന്തോഷം നൽകുന്ന ആ പ്രസാദവർഷത്തെ യേശു പ്രസിദ്ധമാക്കുകയാണ്. അതുകൊണ്ട് യേശു നമ്മുടെ ജൂബിലിയാണ്. 50 വർഷമായിരുന്നാലും, 50 വർഷമായി ശത്രുവിൻ്റെ കയ്യിലായിരിക്കുന്നതും, 50 വർഷമായി പണയത്തിലായിരിക്കുന്നതും, 50 വർഷമായി ബന്ധനത്തിലായിരിക്കുന്നതും എല്ലാം വിടുവിക്കുവാൻ കഴിയും.
നോക്കുക, അതുകൊണ്ടാണ് യേശു 18 വർഷം കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീയെ സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. ബന്ധിതന്മാരെ മോചിപ്പിക്കാൻ വന്ന യേശു പള്ളിയിൽ വെച്ച് ആ 18 വർഷമായി കൂനിയായിരിക്കുന്ന ആ സ്ത്രീയെ മോചിപ്പിക്കുകയാണ്, അവളെ പഠിപ്പിക്കുകയാണ്, കണ്ടു നിൽക്കുന്നവരുടെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യാണ്. യേശു പറയുകയാണ്, ഞാനാണ് ജൂബിലി അഥവാ യോബേൽ സംവത്സരം. യേശുവാണ് യോബേൽ സംവത്സരം. അപ്പോൾ 18 വർഷമല്ലേ, പിന്നെ 50 വർഷത്തെ കാര്യം, 50 വർഷത്തെ ബന്ധനങ്ങൾ അഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശു പിന്നെ നോക്കുക, ബത്സീദ കുളക്കരയിൽ 38 വർഷമായി തളർന്നു കിടക്കുന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കുകയാണ്. യേശു ജൂബിലിയാണ്. 50 വർഷമായിരുന്നാലും അത് വിടുവിക്കപ്പെടും. യേശു സ്വർഗത്തിലേക്ക് കടന്നുപോയി പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അപ്പോസ്തലന്മാർ യേശുവാകുന്ന ജൂബിലിയെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ തറപ്പിച്ചു കൊന്ന നസറായനായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ആ സാക്ഷാൽ ജൂബിലിയെ അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും ചേർന്ന് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്ന മുടന്തനായ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ആ മനുഷ്യൻ സുഖപ്പെടുകയാണ്. അവന് 40 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു. 40 വർഷമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനത്തിൻ്റെ അനുഭവത്തെ അഴിച്ചു കളയുന്ന ജൂബിലിയാണ് യേശു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, നഷ്ടങ്ങൾ 50 വയസ്സ് 50 വർഷം പഴക്കമുള്ളതാണെങ്കിലും യേശുവിൻ്റെ ജൂബിലി കാഹളത്തിങ്കൽ, യേശു എന്ന നാമത്തിങ്കൽ അത് അഴിഞ്ഞു മാറും. യേശുവിൻ്റെ നാമം ജൂബിലിയുടെ കാഹളമാണ്. യേശുവിൻ്റെ നാമം യോബേൽ സംവത്സരത്തെ പ്രസിദ്ധമാക്കുന്ന കാഹള ശബ്ദമാണ്. യോബേൽ സംവത്സരത്തിൻ്റെ കാഹള ശബ്ദം കേട്ടാൽ എത്ര ക്രൂരനായ മുതലാളിയാണെങ്കിലും അവനിൽ നിന്ന് ആ കടം വിടുവിക്കപ്പെടും, ഇളച്ചു കിട്ടും. അവനിൽ നിന്ന് അടിമ മോചിക്കപ്പെടും. അതുകൊണ്ടാണ് ദൈവജനം ചോദിക്കുന്നത്, നിഷ്കണ്ടകനോട് തൻ്റെ ബദ്ധന്മാരെ വിടുവിപ്പാൻ കഴിയുമോ? നിഷ്കണ്ടകൻ്റെ ബദ്ധനെ വിടുവിപ്പാൻ കഴിയും. ദുഷ്ടൻ്റെ നുഖങ്ങളെ അഴിക്കുവാൻ കഴിയും. ശത്രുവിൻ്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ കഴിയും. എല്ലാത്തിനുമുള്ള പരിഹാരം ജൂബിലിയുടെ കാഹളം ഊതുകയാണ്. പഴയ നിയമത്തിൽ 50 വർഷം കൂടുമ്പോൾ ഓരോ 50-ാം വർഷവും ഇസ്രായേലിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന, സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ജൂബിലിയുടെ കാഹളം ഊതിയെങ്കിൽ, സാക്ഷാൽ ജൂബിലി നിത്യമായി ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ നാളും ഉണ്ടെന്ന് പറഞ്ഞ യേശു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഏത് കാഹളത്തിൻ്റെ മുമ്പിൽ മടങ്ങുന്നുവോ, യേശു എന്ന ജൂബിലി കാഹളത്തിൻ്റെ മുമ്പിൽ, യേശു എന്ന യോബേൽ സംവത്സരത്തിൻ്റെ കാഹളത്തിൻ്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. യേശു എന്ന ഈ ജൂബിലി കാഹളത്തിൻ്റെ മുമ്പിൽ ആ കാഹളം ഊതുന്നെങ്കിൽ, ആ നാമം ഉച്ചരിക്കുന്നെങ്കിൽ, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, രോഗങ്ങൾ നീങ്ങി മാറും, കടങ്ങൾ ഇളക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കും. ഇതത്രേ നമുക്ക് സന്തോഷം നൽകുന്ന വർത്തമാനം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള വർഷം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രസാദ വർഷം പ്രസിദ്ധമാക്കുവാൻ യേശു കർത്താവ് ഇറങ്ങി വന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് നമ്മെ ശക്തിപ്പെടുത്തുന്നത് അതേ പ്രസാദ വർഷത്തെ പ്രസിദ്ധമാക്കുവാനാണ്. നമുക്കും ഈ പ്രസാദ വർഷത്തെ പ്രസിദ്ധമാക്കാം. യേശുവാണ് നമ്മുടെ പ്രസാദ വർഷം. യേശുവാണ് നമ്മുടെ യോബേൽ സംവത്സരം. യേശുവാണ് നമ്മുടെ ജൂബിലി. ഇന്ന് ലോകത്ത് അനേക സംഘടനകൾ ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. NSSൻ്റെയും SNDPയുടെയും ഒക്കെ ജൂബിലി എന്ന് ഞാൻ കാണും. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അവരൊക്കെ അത് ആചരിക്കുന്നതിൻ്റെ കാരണം. ആ പേര് എടുക്കുന്നവർക്ക് സാക്ഷാൽ അവർക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൂടാ. ജൂബിലി എന്ന വാക്ക് എവിടെ കാണുമ്പോഴും എൻ്റെ ഉള്ളം സന്തോഷിക്കുകയാണ്. കാരണം സാക്ഷാൽ ജൂബിലി യേശു കർത്താവാണ്. ജൂബിലി എന്നാൽ സ്വാതന്ത്ര്യമാണ്, അത് വിടുതലാണ്, അത് സന്തോഷമാണ്, അത് അവനവൻ്റെ അനുഭവത്തിലേക്ക്, നഷ്ടമായതിനെ തിരികെ പ്രാപിക്കലാണ്. അവനവൻ്റെ അനുഭവത്തിലേക്ക്, താൻ്റെ സ്വത്തിലേക്ക്, താൻ്റെ നന്മയിലേക്ക് മടങ്ങിപ്പോകുന്ന അനുഭവമാണ്. ഈ ജൂബിലിയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അനുഭവങ്ങളിലെല്ലാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാര മേഖലകളിലും ഈ ജൂബിലിയുടെ കാഹള ശബ്ദം മുഴങ്ങട്ടെ. ഈ ജൂബിലിയുടെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.